ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2035 ഇന്ത്യയ്ക്ക് സ്വന്തം ബഹിരാകാശ നിലയമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളി അടങ്ങുന്ന ഗഗൻയാൻ ദൌത്യസംഘത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. VSSCയിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി. BJP പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. മധുരയിൽ വാഹന നിർമ്മാണ മേഖലയിലെ സംരംഭകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഗ്ലോബൽ TVS ഓപ്പൺ മൊബിലിറ്റി പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തോടൊപ്പം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ഉറപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ കേരളം അരുണാചൽ പ്രദേശുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC പഞ്ചാബ് FC പോരാട്ടം. വാർത്തകൾ വിശദമായി. 2035 ഇന്ത്യ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ 1800 കോടി രൂപയുടെ 3 സുപ്രധാന ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. 2035 ഇന്ത്യ ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും അത് ബഹിരാകാശത്തിന്റെ അജ്ഞാത വിസ്മൃതിയെക്കുറിച്ച് പഠിക്കാൻ നമ്മെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമൃത്കാലിന്റെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ നമ്മുടെ റോക്കറ്റിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ അദ്ദേഹം ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ വിജയം രാജ്യത്തെ യുവതലമുറയിൽ ശാസ്ത്ര മനോഭാവത്തിന്റെ വിത്തുപാവുകയാണെന്നും ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന സൌകര്യ പദ്ധതികളായ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ PSLV ഇന്റഗ്രേഷൻ സംവിധാനം, മഹേന്ദ്രഗിരി ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ് പുതിയ സെമി ക്രയോജനിക്സ് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ, സ്റ്റേജ് ടെസ്റ്റ് സംവിധാനം, തിരുവനന്തപുരം BSSCയിലെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവയ്ക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. വിവിധ ISRO പദ്ധതികളുടെ പ്രദർശന പവലിയനുകൾ മോദി സന്ദർശിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ, ISRO ചെയർമാൻ S സോമനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യസംഘത്തെ ഔപചാരികമായി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗഗൻയാൻ ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികരുടെ പേരുകളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ദൌത്യ സംഘാംഗങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ടത് 4 പേരുകളോ വ്യക്തികളോ മാത്രമല്ലെന്നും 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന 4 ശക്തികളാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP കേരള ഘടകം സംഘടിപ്പിച്ച് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തോട് വിവേചനമൊന്നും കാണിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിനായി കേരളം BJPയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തവണ കേരളത്തിൽ NDA 2 സീറ്റുകളിലധികം നേടുമെന്നും പറഞ്ഞു. മധുരയിൽ വാഹന നിർമ്മാണ മേഖലയിലെ സംരംഭകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ഗ്ലോബൽ TVS ഓപ്പൺ മൊബിലിറ്റി പ്ലാറ്റ്ഫോം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. मुझे विश्वास है इस प्लेटफॉर्म से ऑटोमोबाइल इंडस्ट्री के साथ साथ विकसित भारत के निर्माण को भी गति मिलेगी. मैं समझता हूं कि साइमल्टेनियस इंटरप्रिटेशन चल रहा है ना. साथियों, आप सब जानते हैं कि हमारी कुल GDP का 7% हिस्सा देश की ऑटोमोबाइल इंडस्ट्री से आता है. തമിഴ്നാട്ടിലെ ഓട്ടോമൊബൈൽ വ്യവസായം ആഗോളതലത്തിൽ സ്ഥാനം പിടിച്ചുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഓട്ടോമൊബൈൽ തലസ്ഥാനമായി തമിഴ്നാട് മാറുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കാറ്റമരൻ ഫെറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. തൂത്തുക്കുടിയിൽ നിന്നും വെർച്വലായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഭാവി ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പായ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ കാറ്റമരൻ ഫെറി കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ രാജ്യം ഓരോ മേഖലയിലും മുന്നിലെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിലെ കലോലിൽ ശ്രീ സ്വാമിനാരായണൻ വിശ്വമംഗൽ ഗുരുകുലത്തിന്റെ പുതുതായി നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തോടൊപ്പം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ഉറപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാകിരണം മിഷന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നിർമ്മിച്ച 14 പൊതുവിദ്യാലയങ്ങളുടെ കെട്ടിട ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മന്ത്രിതല സമ്മേളനം അബുദാബിയിൽ തുടരുന്നു. ഇന്നലെ ആരംഭിച്ച സമ്മേളനത്തിൽ മത്സ്യബന്ധനം, കൃഷി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അമിത മത്സ്യബന്ധനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഫിഷറി സബ്സിഡികൾ നിയന്ത്രിക്കുക എന്നതിലാകും സമ്മേളനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെയും 11ാം പ്രതിയുടെയും ശിക്ഷാ കാലാവധി ഉയർത്തി കേരള ഹൈക്കോടതി ഉത്തരവ്. ഇവർക്ക് 20 വർഷം പരോളോ ശിക്ഷാ ഇളവോ ഉണ്ടാകില്ല. ഹൈക്കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 10ാം പ്രതി KK കൃഷ്ണൻ, 12ാം പ്രതി ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനാണ് പ്രഖ്യാപനം നടത്തിയത്. സിറ്റിംഗ് MLA-മാരായ V ജോയ് ആറ്റിങ്ങലിലും M മുകേഷ് കൊല്ലത്തും, മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരും ജനവിധി തേടും. TM തോമസ് ഐസക് പത്തനംതിട്ടയിലും, ജോയ്സ് ജോർജ് ഇടുക്കിയിലും, KJ ഷൈൻ എറണാകുളത്തും, C രവീന്ദ്രനാഥ് ചാലക്കുടിയിലും മത്സരിക്കും. യുവാക്കളിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ എല്ലാ തുറകളിലുമുള്ള ആളുകളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ജനപങ്കാളിത്തമുള്ളതാക്കണമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC പഞ്ചാബ് FC പോരാട്ടം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ കേരളം അരുണാചൽ പ്രദേശുമായി ഏറ്റുമുട്ടും. അരുണാചൽ പ്രദേശിലാണ് മത്സരം. കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO നിർമ്മിച്ച മോഡുലാർ ബ്രിഡ്ജ് സംവിധാനം ഇന്ത്യൻ കരസേനയ്ക്ക് കൈമാറി. DRDO തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 46 മീറ്റർ നീളമുള്ള ബ്രിഡ്ജിംഗ് സംവിധാനം ഇന്ന് ന്യൂഡൽഹിയിലെ മനേക്ഷാ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് സേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറിയത്. കരസേന മേധാവി ജനറൽ മനോജ് പാണ്ഡെ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അടുത്ത 4 വർഷത്തിനുള്ളിൽ മൊത്തം 41 സെറ്റുകൾ സായുധസേനയിൽ ഉൾപ്പെടുത്തും. കനാലുകളും ചാലുകളും സൈന്യത്തിന് എളുപ്പത്തിൽ മറികടക്കാൻ ഇത്തരം പാലം സഹായിക്കും. രാജ്യം പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയും പരിവർത്തനത്തിന്റെ പാതയിലാണെന്ന് അഡ്മിറൽ R ഹരികുമാർ പറഞ്ഞു. സ്പർശ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പുവരുത്തുന്നതായും പറഞ്ഞു. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിനാൽ സംസ്ഥാനത്ത് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചു. കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നു മുതൽ മറ്റന്നാൾ വരെ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യയുടെ സമ്പന്നമായ ടെക്സ്റ്റൈൽ പൈതൃകത്തെ അനാവരണം ചെയ്യുന്ന ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലും യശോഭൂമിയിലുമായി സംഘടിപ്പിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര ടെക്സ്റ്റൈൽ പ്രദർശനമായ ഭാരത് ടെക്സ് 2024 സന്ദർശകരെ ആകർഷിക്കുന്നു. ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ, ഫോറിൻ എന്നീ 5 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം സമാപിച്ചു. ഈ മാസം 9 ആരംഭിച്ച 2ാം ഘട്ട പര്യടനം 28 സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് സമാപിച്ചത്. പനവിള, മുടവൻമുകൾ എന്നിവിടങ്ങൾ ആയിരുന്നു അവസാന പര്യടന സ്ഥലങ്ങൾ. കോഴിക്കോട് മലാപ്പറമ്പിലായിരുന്നു ഇന്നത്തെ പര്യടനം. കോഴിക്കോട് ജില്ലയിൽ നടന്നുവരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രാ പര്യടനം ഇതോടെ പൂർത്തിയായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2035ഓടെ ഇന്ത്യയ്ക്ക് സ്വന്തം ബഹിരാകാശ നിലയമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളി അടങ്ങുന്ന ഗഗൻയാൻ ദൌത്യ സംഘത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. VSSCയിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി. BJP പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. മധുരയിൽ വാഹന നിർമ്മാണ മേഖലയിലെ സംരംഭകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ഗ്ലോബൽ TVS ഓപ്പൺ മൊബിലിറ്റി പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തോടൊപ്പം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ഉറപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ കേരളം അരുണാചൽ പ്രദേശുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC പഞ്ചാബ് FC പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.